നമുക്ക് എന്തെങ്കിലും നല്ല കാര്യം ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് പുതിയൊരു പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ ആൾ പറയാണ് അതൊക്കെ നടക്കുമോ, അതൊന്നും നടക്കില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരോട് പറയാൻ പറ്റുന്നതാണ് ഡോണ്ട് ബി സോ പെസിമിസ്റ്റ്, ഡോണ്ട് ബി സോ പെസിമിസ്റ്റ്, അല്ലെങ്കിൽ ഡോണ്ട് ബി സച്ച് എ പെസിമിസ്റ്റ്. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം നേരെ ഓപ്പോസിറ്റാണ് പെസിമിസ്റ്റ് എന്നുള്ളത്. ശുഭാപ്തി വിശ്വാസിയുടെ നേരെ ഓപ്പോസിറ്റ്. ഒന്നിലും വലിയ ഒരു ശുഭാപ്തി വിശ്വാസം തോന്നാത്ത ആളുകളെ നമുക്ക് പെസിമിസ്റ്റ് എന്ന് പറയാം. ഡോണ്ട് ബി സച്ച് എ പെസിമിസ്റ്റ്. പക്ഷേ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തിൻ്റെ സംഭവം സത്യമാണോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. നമുക്ക് തള്ളാണെന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ്, അപ്പോൾ നമുക്ക് തള്ളാണെന്ന് പറയുമ്പോൾ ഇതല്ല, അങ്ങനത്തെ ഇതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം ഡോണ്ട് ബി സോ സിനിക്കൽ. ഡോണ്ട് ബി സോ സിനിക്കൽ. സിനിക് എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരാൾ, അത് വിശ്വസിക്കാത്ത, ഈ അവതരിപ്പിക്കുന്ന കാര്യം വിശ്വസിക്കാത്ത ഒരാൾ. ശുഭാപ്തി വിശ്വാസം മറ്റേ വിശ്വാസം നമ്മൾ വ്യത്യാസമുണ്ട്. ഇതിലെന്തോ ഒരു ഡൗട്ടാണ് ഇയാൾക്കുള്ളത് സിനിക് എന്ന് പറയുമ്പോൾ. പക്ഷേ പെസിമിസ്റ്റിന് ആത്മവിശ്വാസക്കുറവാണ്. അപ്പോൾ രണ്ടും ചില സമയത്ത് ഒരേ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. പെസിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളെക്കുറിച്ചാണ് പറയുന്നത്. സിനിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യത്തിൽ സംശയമുള്ള ഒരാൾ. സിനിക് അല്ലെങ്കിൽ സിനിക്കൽ എന്ന് പറയാൻ ആ ഒരു സ്വഭാവം വെച്ചുള്ള ആൾ. ഡോണ്ട് ബി സോ സിനിക്കൽ. ഇത് നമുക്ക് പല അവസരത്തിലും ഉപയോഗിക്കാൻ പറ്റും.